എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ പാമേഴ്സ് നോർത്തിൽ എന്നിസിഡനോയുടെ നേതൃത്വത്തിൽ ഒരു റാലി സംഘടിപ്പിക്കുകയും ആ റാലിയിൽ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു വർക്ക് വിസ അനുവദിച്ച് കൊടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നേതൃത്വം നൽകിയൊരു വ്യക്തിയാണ് സാജു ചെറിയാൻ. സാജു ചേട്ടൻ എന്നിസിഡനോ ന്യൂസിലാൻഡ് നഴ്സസ് ഓർഗനൈസേഷൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആ ഒരു റാലിക്ക് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒത്തിരി വർക്ക് ചെയ്യേണ്ടായി സാധിച്ചേട്ടൻ. ഞാനും കുറച്ച് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഇവിടുത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്നിസിഡനോടെ റെപ്രസെൻറ്റേറ്റീവ്സ്, നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിൻ്റെ ഡെലിഗേറ്റ്സ്, CEO, അതുകൂടാതെ ഇവിടുത്തെ MP, പിന്നെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ, ഇവരായിട്ടൊക്കെ സാധിച്ചേട്ടനും ചില മീറ്റിങ്ങുകളിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ്. അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ്സ് ഒന്നും തന്നില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സാധിച്ചേട്ടനോട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. അപ്പോൾ സാധിച്ചേട്ടൻ, റാലിക്ക് ശേഷം ഇതുവരെ നടന്ന ആ ഒരു ഡെവലപ്മെൻറ്റ്സ് എന്താണ് സാധിച്ചേട്ടൻ? ഇപ്പോൾ അന്ന് നമ്മൾ ഉന്നയിച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് 1 ഇയറിലെ ഒരു വിസ അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച്, ആ ഒരു പ്രോസസ്സിനെ കുറിച്ചും അതിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചും എന്താണ് ചേട്ടൻ പറയാനുള്ളത്? അപ്പോൾ ഈ ജനം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു വർഷത്തോളമായി ഇപ്പോൾ ഈ ഇഷ്യൂ മെയിനായിട്ട് പൊങ്ങി വന്നിട്ട് നമുക്ക് ജോബ് കിട്ടാത്ത ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വന്നത്. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. കാരണം ആളുകൾ വരുന്നു, ക്യാപ്പ് ചെയ്യുന്നു, ജോബ് കിട്ടുന്നു. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിരുന്നില്ല. ഇപ്പോൾ ജോബ് കിട്ടാതെ വന്നപ്പോഴാണ് ഈ ഒരു 1 ഇയർ വിസയുടെ അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ കാരണം, കുറേ പേർക്കെങ്കിലും പുതിയ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടാണോ ഇപ്പോൾ ഇത് മാറ്റാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ വിസ പ്രോസസ്സിലോ അല്ലെങ്കിൽ ഈ ക്യാപ്പിന് പണ്ടും കൊടുത്തിരുന്ന വിസിറ്റിംഗ് വിസയാണ്, ഇപ്പോഴും കൊടുക്കുന്ന വിസിറ്റിംഗ് വിസയാണ്. അതിലൊന്നും മാറ്റങ്ങൾ ഗവൺമെൻറ് മാറ്റം വരുത്തിയത് കൊണ്ടല്ല നമ്മളിതിന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്തിനും കാര്യങ്ങൾക്കും പോയത്. ഇവിടുത്തെ നമുക്ക് സിറ്റുവേഷൻ മാറി ജോബ് കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഈ ജോബ് കിട്ടാത്തവരെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു 1 ഇയർ വിസയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നത്. അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു റാലി എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് പോയത്. അതിന് മുമ്പേ നമ്മൾ കുറേ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. ശേഷം നമ്മൾ കുറച്ചും കൂടി ഒരു മീഡിയ അറ്റൻഷനും നമ്മൾ കുറേയും കൂടി ഒരു ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാലി എന്നുള്ളൊരു അത് വളരെ നല്ലൊരു സക്സസ് ആയിരുന്നു. ഒത്തിരി അറ്റൻഷൻ കിട്ടി. വളരെ ലീഡേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഒത്തിരി മിനിസ്റ്റേഴ്സ്, നമ്മുടെ MP-മാരുമായിട്ടും, കാര്യം നിങ്ങൾക്കറിയാം, ഈ വിസ മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു വിസ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെമ്പർ ഓഫ് പാർലമെൻറ്റ്സുമായിട്ട് നമ്മൾ മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്തിരുന്നു. നമ്മൾ നഴ്സിംഗ് കൗൺസിൽ, ജനം പറഞ്ഞതുപോലെ നഴ്സിംഗ് കൗൺസിലുമായിട്ട് മീറ്റ് ചെയ്തു. നമ്മൾ എന്നിസിഡനോയിൽ പല പ്രാവശ്യം ഇത് ചർച്ച ചെയ്തു. നമ്മൾ മിനിസ്റ്റേഴ്സിന് കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഒത്തിരി വർക്കുകൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മൾ പരമാവധി മീഡിയ അറ്റൻഷൻ കിട്ടാനായിട്ട്, മീഡിയ അറ്റൻഷനാണല്ലോ പലപ്പോഴും പൊളിറ്റിക്സിനെ മാറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയ അറ്റൻഷൻ, ഇൻഫ്ലുവൻസ് ആണ്. പബ്ലിക്കിൽ ഇത് വരുത്തുക, പബ്ലിക് അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മീഡിയ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം 2-3 ആഴ്ച കൂടി മുമ്പ് ഇവിടുത്തെ ക്യാബ് നഴ്സസിൻ്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ റേഡിയോ ന്യൂസിലൻഡുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അതിനു മുമ്പ് സ്റ്റഫ് ന്യൂസിൽ വന്നിരുന്നു. ഞാൻ പാർലമെൻറ്റ് സ്റ്റഫ് റിപ്പോർട്ടറെ കോണ്ടാക്ട് ചെയ്ത് ആ വഴിക്ക് അവരവിടെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് വർക്കുകൾ ഇപ്പോൾ നമ്മൾ ചീഫ് നഴ്സുമായിട്ട് മീറ്റ് ചെയ്ത് ജനറലും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എല്ലാ പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസി പ്രോസസ്സ് അല്ല. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വോളണ്ടറി ടൈമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിപ്പോൾ സാധിച്ചേട്ടൻ ഈ ചെയ്യുന്ന ഒരു എന്നിസിഡനോ റോളോ അല്ലെങ്കിൽ പുള്ളി ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ഒരു പെയ്ഡ് സർവീസ് അല്ല. ഇത് പുള്ളി ആസ് എ സോഷ്യൽ വർക്കർ, അതായത് കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്.
തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഒത്തിരി നേഴ്സുമാർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുണ്ട്, ബുദ്ധിമുട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് സായിച്ചേട്ടനെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒത്തിരി വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ എനിക്ക് ഒത്തിരി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് ചേട്ടൻ്റെ നമ്പർ ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരൊക്കെ കോൺടാക്ട് ചെയ്യും, ചേട്ടൻ എപ്പോഴായാലും ഫോൺ എടുക്കുകയും അവർക്ക് വളരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു അവസരത്തിൽ ചേട്ടന് അതിനുവേണ്ടി വളരെ ഒരു നന്ദി അർപ്പിക്കുന്നു. നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ജനറൽ അത് ക്ലാരിഫൈ ചെയ്ത് നന്നായി. കാരണം പലർക്കും ഇപ്പോൾ ന്യൂസിലൻഡ് നഴ്സസ് ഓർഗനൈസേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർ എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ JP ജസ്റ്റിസ് ഓഫ് ദ പീസ് ആണ് എന്ന് പറയുമ്പോഴൊക്കെ പലരും ചിന്തിക്കുന്നത് അത് എൻ്റെ ഒരു ജോബാണ്, അല്ലെങ്കിൽ ഞാനത് പെയ്ഡായിട്ട് എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടിയിട്ട് ചെയ്യുന്ന വർക്കുകളല്ല ഇതൊന്നും. അപ്പോൾ എൻ്റെ ജോബ് എന്ന് പറയുന്നത് ഞാൻ അസോസിയേറ്റ് ചാർജ് നഴ്സായിട്ട് വാട്ടുവണ്ടികളിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വർക്ക് ചെയ്താലാണ് എനിക്ക് ഇൻകം വരുന്നുള്ളൂ. പക്ഷെ നമ്മളല്ലാതെ നമ്മുടെ മറ്റ് സമയങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ലിമിറ്റേഷനുണ്ട്. നമുക്ക് ചെയ്യാവുന്ന പക്ഷേ നമ്മൾ പരമാവധി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഹിഡൻ അജണ്ടയോ ഒന്നുമില്ല. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അതറിയാം. നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ വന്നത് ഒത്തിരി ഹാർഡ്ഷിപ്പിലൂടെയാണ്. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരാളെ സഹായിച്ച് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു സന്തോഷം, അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് പറഞ്ഞു കൊടുക്കുക, നമുക്കറിയാവുന്ന ഹെൽപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഒരു ഗുണം. പലരും ചിന്തിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഈ ഒരു കാര്യത്തിനൊക്കെ ചെയ്യുന്നത്, പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് അല്പം ഒരു കമ്മ്യൂണിറ്റി സർവീസ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വലിയ സംഗതിയാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. നമ്മളും ചെറിയ ആളുകൾ തന്നെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുള്ള മാത്രമാണ് ഉദ്ദേശം. ഞാനോ സായിച്ചേട്ടനോ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയോ അല്ലാന്നുണ്ടെങ്കിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഒന്നും നടത്തുന്ന ആളല്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും മീഡിയ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ ആ ഇഷ്യൂ കൂടെ കടന്നു പോകുന്ന ആളുകളുടെ അവരോടൊന്ന് സംസാരിക്കാൻ പറയുമോ, അവരുടെ ഒരു വീഡിയോ കിട്ടുമോ, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര ശ്രമിച്ചാലും ആളെ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം, കാരണം ഇവിടെ ജോലി ഇല്ലാതിരിക്കുന്നു എന്ന് ചിലപ്പോൾ അവർക്ക് നാട്ടിൽ അറിയിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു മീഡിയയിലൊക്കെ ഫോട്ടോ വരികയോ അല്ലെങ്കിൽ പേര് വരികയോ. പക്ഷേ ഞാൻ പലപ്പോഴും ഓപ്ഷൻസ് കൊടുക്കാറുണ്ട്, നിങ്ങളുടെ പേര് പറയാതിരിക്കാം, നിങ്ങളുടെ ഫോട്ടോ കാണിക്കാതിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പേര് പറയാം എന്ന് പറഞ്ഞാൽ പോലും പലർക്കും അതിനോട് താല്പര്യമില്ല. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ അങ്ങനെ പോലും നമുക്ക് ആളുകളെ കിട്ടാനില്ല. അവർക്കിടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ പോലും അങ്ങനെ അത് മുന്നോട്ട് വന്ന് അത് സംസാരിക്കാനോ അല്ലെങ്കിൽ അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് എന്താണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ഇനിയും വരുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു വൈമുഖ്യം പലർക്കും ഉണ്ട് മുമ്പോട്ട് വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. നമ്മൾ ഇങ്ങനെ കുറേ വർക്കുകളാണ് നമ്മളതിൻ്റെ പിന്നാലെ നമ്മൾ പരമാവധി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇതേവരെയുള്ള ഒരു ഔട്ട്കത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എല്ലാ മിനിസ്റ്റേഴ്സ് അതുപോലെ നഴ്സിംഗ് കൗൺസിൽ എല്ലാവരെയും അവെയറാക്കി എന്നുള്ളതാണ് നമ്മൾ ഇതേവരെ ചെയ്തിരിക്കുന്ന അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഔട്ട്കമായിട്ട് നമ്മളിപ്പോൾ ഇന്ന ദിവസം നമുക്ക് വിസ കിട്ടുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 year വിസ തരാമെന്നോ ഇതേവരെ നമുക്കൊരു പ്രോമിസ് ആദ്യം നമുക്ക് MP-മാരൊക്കെ തീർച്ചയായിട്ടും അവർ ചെയ്യാം. അത് അവർ പ്രശ്നങ്ങളുടെ ഒരു ഗുരുതരാവസ്ഥ അവർ മനസ്സിലാക്കുകയും ഇതിൻ്റെ അകത്തൊരു ലാബ്സ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നഴ്സുമാർ ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. ഇവിടെ ജനറലി നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് നഴ്സുമാർ ഈ ഒരു രാജ്യത്തേക്ക് ആവശ്യമുണ്ട്. പക്ഷേ ഇവർ വരുന്ന ഒരു രീതിയും നമ്മളിതിക്ക് മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മൾ വിസിറ്റ് ചെയ്യാൻ വരുന്നവരല്ല, വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരു കാതലായൊരു മാറ്റത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഞാനും സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ എഗെയിൻ നമുക്ക് ഈ ഒരു ചേഞ്ച് എത്രമാത്രം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയില്ലേ. നമ്മൾ ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ആ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാതെ ചേട്ടൻ ആ ബ്രീഫായിട്ട് എന്താണ് ആ ഒരു ഔട്ട്കം എന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാൽ നെഗറ്റീവായിട്ട് ഇത് സംഭവിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്
ഒരു ടഫായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനോടാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ ലേബർ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇമിഗ്രേഷൻ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾക്ക്, ഇത് നമ്മൾ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എളുപ്പമല്ല. ഒരു ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷൻ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 monthsലോ ഒരു 1 yearലോ ഇപ്പോൾ നമുക്കൊരു വിസ, ഓപ്പൺ വർക്ക് വിസ ഒരു ഓപ്ഷൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഒന്നാമത് നമ്മളുടെ ഈ ഗവൺമെൻറ്, രണ്ടാമത് നമുക്ക് ഇപ്പം നിൽക്കുന്ന ന്യൂസിലൻഡിലെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൺട്രികളും തന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂസിലൻഡും വ്യത്യസ്തമല്ല. അത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ജോബ് കട്ട്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഓപ്പൺ വർക്ക് വിസ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ വരും. അത് അങ്ങനെ ആളുകൾ ആ ഒരു ഓപ്പൺ വർക്ക് വിസയിലുള്ള ആളുകൾ ജോബിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടും. അങ്ങനെയുള്ളത് ഒരു ചിന്ത ഗവൺമെൻറ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോസസ് ചേഞ്ചിന് ഉള്ളൊരു സ്റ്റാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതെ, അവരും അത് അക്നോളജ് ചെയ്യുന്നുണ്ട്. കാരണം ഈവൻ നമ്മൾ ഈ ഒരു ഇഷ്യൂ റേസ് ചെയ്തപ്പോഴാണ് പല മിനിസ്ട്രി ലെവലിലുള്ള ആളുകൾ പോലും നമ്മുടെ അടുത്ത് ലാസ്റ്റ് ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് നമ്മളന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഡിസ്കഷനിൽ നമ്മൾ പറയുണ്ടായി, ഇവിടെ നഴ്സുമാർ ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞപ്പോൾ അവർ സർപ്രൈസ്ഡ് ആയി. അപ്പോൾ അവരാണെങ്കിലും പറയുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ആ ഒരു പ്രോസസ്സിന് വേണ്ടി എന്തുകൊണ്ടാണ് അത് കുറച്ചും കൂടി ചേഞ്ച് വരുത്തി കൊണ്ടുവരാൻ അവർക്കും ഒരു ചിന്തയുണ്ട്, കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരണമെന്നും. കാരണം ഇത്രയും നമ്മൾ പറഞ്ഞപ്പോൾ ആണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കിയത് ഇത്ര $1,00,000 അല്ലെങ്കിൽ രൂപ മുടക്കിയിട്ടാണ് നഴ്സുമാർ ഇവിടെ വരുന്നതെന്നും ജോലി കിട്ടാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നതെന്നും ഒക്കെ. അപ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു സക്സസ് ആണ്. വൺസ് അഗൈൻ അറ്റ്ലീസ്റ്റ് സാധിച്ചേട്ടൻ ഈ ഒരു കാര്യത്തിൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മൾ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രതീക്ഷ കൊടുക്കാതെ എന്താണോ കാര്യം അതുള്ള രീതിയിൽ പറഞ്ഞു. നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ എന്താണോ ഉള്ളത് അത് ഓണസ്റ്റ് ആയിട്ട് പറയും. അപ്പോൾ പലപ്പോഴും പലരും സർക്കാസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക മുനവച്ചുള്ളൊരു കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ റാലി നടത്തിയല്ലോ, എന്തായി, ഇതുവരെ ഒന്നും ആയില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കിത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല. എങ്കിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് ചെയ്യുന്നു, സോഷ്യൽ വർക്കാണ്, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, 2 രീതിയിലുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആ ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കിയെന്നുള്ളൂ. അതെ, നമുക്കിപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചേഞ്ചസ് ഇല്ല. നമുക്ക് ആ പ്രോസസ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എങ്ങനെയാണത് വരുന്നതെന്നോ എന്തായിരിക്കും അതിൻ്റെ കണ്ടീഷൻസ് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഓപ്പൺ വർക്ക് വിസ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒരു 6 months 1 yearനുള്ളിൽ അങ്ങനെ ഒരു ഇതിലേക്ക് എത്താനായിട്ടുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാജി ചേട്ടാ. താങ്ക് യു.